കൊല്ലം ശാസ്താംകോട്ടയിൽ ജീവനൊടുക്കിയ വയോധികയ്ക്ക് കഴിഞ്ഞ 6 മാസമായി പെൻഷൻ ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും ആത്മഹത്യയ്ക്കുള്ള കാരണം വ്യക്തമല്ലെന്നും മകൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പെൻഷൻ മുടങ്ങിയതിനെ ചൊല്ലി മരണവീട്ടിൽ CPIM കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതിദരിദ്രരുടെ പട്ടികയിലുള്ള 74 വയസ്സുള്ള ഓമനയും 84 വയസ്സുള്ള വേലായുധനും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഈ കുടുംബത്തിന് വേറെ ഒരു വരുമാന മാർഗവും ഉണ്ടായിരുന്നില്ല. രോഗികളായ ഇരുവർക്കും ഏക ആശ്രയം ഓമനയുടെ സഹോദരനായിരുന്നു. ഓമനയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ് പരിക്കേറ്റു. ഇതും ഓമനയെ മാനസികമായി തളർത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഓമനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൻഷൻ കിട്ടിയ എത്ര കാലമായി? 7 മാസമായി. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് അമ്മയ്ക്കും അച്ഛനും മരുന്ന് മേടിക്കാനും നിവൃത്തികളൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്ക് കമ്പനി ജോലി, അമ്മ 3 ദിവസമൊക്കെ പോത്തുള്ള ആഴ്ചയിൽ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അച്ഛന് കിറ്റ് അനുവദിച്ചായിരുന്നു. അതും അച്ഛന് പോയി മേടിക്കാൻ പറ്റാത്ത കാരണം കിറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പെൻഷൻ മുടങ്ങിയതാണ് ആത്മഹത്യ കാരണമെന്ന് ആരോപിച്ച കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുമായി CPM നേതാക്കൾ മരണവീട്ടിൽ വെച്ച വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഓമനയുടെ മരണത്തിന് ഉത്തരവാദി പഞ്ചായത്താണെന്ന് ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസും ഉപരോധിച്ചു. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് അംഗീകരിച്ച സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ പക്ഷേ ഓമനയുടെ ആത്മഹത്യക്ക് കാരണം പെൻഷൻ മുടങ്ങിയതാണെന്ന വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് പ്രതികരിച്ചു. സർക്കാർ നല്ല സഹായമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഈ കുടുംബത്തിനും വേണ്ടുന്ന സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സഹായം കിട്ടാൻ കഴിയുമോ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ ഞാനുണ്ടാകും. ഒരു പ്രശ്നമില്ല. അതിനകത്ത് മറ്റുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സ്ഥലത്തെ MLA എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പെൻഷൻ്റെ പേര് പറഞ്ഞല്ലേ അമ്മ ആത്മഹത്യ ചെയ്തത്. റിപ്പോർട്ടർ, കൊല്ലം.